ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേർക്കൊന്നൊരു ഡൗട്ടായിരുന്നു, ഈ മലയാളം ടൈപ്പ് ചെയ്ത് വെക്കുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിലോട്ട് വരുമ്പോൾ അത്ര നല്ല രീതിയിലല്ല വരുന്നത്, തലതിരിഞ്ഞൊക്കെയാണ് വേർഡുകൾ വരുന്നത്, വാക്ക് ശരിയാവുന്നില്ല, എന്ത് ചെയ്യണോ? പക്ഷേ ആ ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് നേരെ വരും, മലയാളം കറക്റ്റായിട്ടുള്ള മലയാളം അതിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എല്ലാവരും അത് ഫുള്ള് കാണാതെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് കുറ്റി പെൻസിൽ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. ഇപ്പം നമ്മൾ മംഗ്ലീഷ് കീബോർഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മൊബൈലിൽ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ്. അതിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അതിലാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും മലയാളം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. സുഖമാണോ എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആരോ മാർക്ക് മുകളിലോട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കോപ്പി ആസ് FML എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മലയാളം ടൈപ്പ് ചെയ്ത ഫോണ്ട് FML ആയിട്ട് കോപ്പി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയിട്ട് ബാക്കി കാണാം. ജസ്റ്റ് ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് T പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ T ഉണ്ട്, ടെക്സ്റ്റിൻ്റെ ഇത് ടൂൾ സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ കൊണ്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് Ctrl+V അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും. ഞാൻ കോപ്പി ചെയ്തുകൊണ്ടുവന്ന FML ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ലെറ്റർ വൈറ്റ് ആണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സൈസ് കൂടി ഒന്ന് കുറച്ചിട്ടേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇനി FML ഫോണ്ട് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം മാറിക്കോളും കേട്ടോ. ഇനി നമ്മൾ എൻ്റർ അടിച്ചിട്ട് നേരെ ടെക്സ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് FML, ഈ ഫോണ്ടിൻ്റെ കോളത്തിൽ വന്നിട്ട് FML എന്ന് അടിച്ചിട്ട്, എനിക്കിവിടെ 2 ഫോണ്ടാണ് ഉള്ളത്. വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ. ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോയിൽ കാണും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സെലക്ട് ചെയ്യാം. എനിക്കിവിടെ 2 ഫോണ്ടാണ് ഉള്ളത്, ഇതിലൊരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കറക്റ്റ് വന്നു. പക്ഷെ ചിലവർക്ക് ഇങ്ങനെയല്ല വരുന്നത്. ചിലവർക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു രീതിയിൽ കിടക്കും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഈ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം FML ഫോണ്ട് കാണിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ തന്നെ ഉണ്ട്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഫുൾ വീഡിയോ കാണാത്തവർക്കാണ് പാട്. ഈ മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻ കണ്ടോ, അതായത് ക്യാരക്ടറും ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സും അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു വിൻഡോ ആണ്. ആ ഒരു വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു സംഭവം ഓണായി കിടക്കുന്ന കാണാൻ പറ്റും. അതായത് TT എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്സ് ലോക്ക് ഓണായി കിടക്കുന്നത് കാണാം. അത് ഈ ഓണായി കിടക്കുന്നതാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു പണി, മനസ്സിലായോ? ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ നമ്മളിനി എത്ര മലയാളം ഫോണ്ട് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താലും അതിങ്ങനെ ഗാഡ എന്നൊക്കെ പറഞ്ഞ് മാറിയും തിരിഞ്ഞും ഒരു കോലം കെട്ട രീതി കിടക്കും. അതങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് സാധനം വരും. ഇത് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഞാൻ മറ്റ് വീഡിയോയിലും പറഞ്ഞതാണ്. ഇതിങ്ങനെ ഓണായി കിടന്നു കഴിഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കും വരുന്നത്, നല്ലോണം വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മലയാളം വരത്തില്ല. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിടണമെന്ന് ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരത് കണ്ടായിരുന്നു, പക്ഷെ അത് കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് ഇങ്ങനെ തന്നെ വീണ്ടും വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാണുന്ന TT എന്നിരിക്കുന്ന, അതായത് ക്യാപ്സ് ലോക്ക് അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. ക്യാപ്സ് ലോക്ക് ഓണായി കിടക്കുന്നത് കൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് ആ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഫുൾ വീഡിയോ കാണാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ആ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ തന്നെ വന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള ഈ വീഡിയോയിൽ. ഇതിൻ്റെ ഫുൾ വീഡിയോ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ഫുള്ള് ഫോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, നിങ്ങളത് പോയി കാണുക. അപ്പോൾ ഈ സംശയം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.